ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? അപ്പോൾ നമുക്കിന്ന് അടിപൊളി ടേസ്റ്റിലൊരു ക്യാരമൽ പുഡിങ് റെഡിയാക്കിയാലോ? അപ്പോൾ ഞാനിവിടെ അതിനായിട്ട് 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഏലക്കാപ്പൊടി ചേർക്കുന്നത് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസും ചേർക്കാം. വാനില എസൻസ് ക്യാരമൽ പുഡിന് ചേർക്കുമ്പോൾ അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എൻ്റെ അഭിപ്രായത്തിൽ ക്യാരമൽ പുഡിങ്ങിന് ഏലക്കാപ്പൊടിയാണ് കൂടുതൽ ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ഇതിൽ ഒരു 1/4 കപ്പ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പാൽ നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രം പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ കട്ടയില്ലാതെ പാലുമായിട്ട് പാൽപ്പൊടി നല്ലതുപോലെ മിക്സായി കിട്ടും. ഇനി ഇതിൽ ഞാനൊരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പാൽ ഇറക്കി വയ്ക്കാം. ഇനി വേണ്ടത് പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കലാണ്. അപ്പോൾ ചുവട് കട്ടിയുള്ളൊരു പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചെറിയ തീയിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കണം. നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ ഇതൊന്ന് ഇളക്കിക്കൊണ്ട് തന്നെ പഞ്ചസാര ഉരുക്കിയെടുക്കണേ. നല്ലൊരു കളറായിട്ടുണ്ട്. ഇനി അതൊന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ചൂടാക്കി വെച്ചിരുന്ന പാൽ ഈ ക്യാരമലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പാൽ ചേർത്ത് കൊടുക്കാനായിട്ട്. പാൽ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് കുതിരാനായിട്ടിട്ടിരുന്നത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഉരുകി അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് പാലിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കുക. അരിച്ചൊഴിക്കുമ്പോൾ തരിയില്ലാതെ നമുക്ക് കിട്ടും. ചൈന ഗ്രാസിൻ്റെയും പാലിൻ്റെയും ചൂട് ഒരേ ലെവലിലായിരിക്കണം. അപ്പോൾ തിളച്ചുകൊണ്ട് നിൽക്കുന്ന പാലിൽ ഞാൻ തിളച്ച ഉടനെ തന്നെ ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇറക്കി വയ്ക്കാം. ഞാനിവിടെ പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു പ്ലേറ്റാണ് എടുത്തത്. അതിലേക്ക് നമുക്ക് സാവധാനത്തിൽ പതുക്കെ താത്ത് തന്നെ ഇതൊഴിച്ചു കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ ബബിൾസ് ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇത് സെറ്റായി കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഹോൾസ് കിടക്കും. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ബിസ്ക്കറ്റിൻ്റെ പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഹോർലിക്സ് ബിസ്ക്കറ്റാണ് ഇത്. ക്രീമില്ലാത്ത ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നമുക്കിതിൽ പൊടിച്ച് ചേർക്കാം. അതല്ല നിങ്ങൾക്ക് കപ്പലണ്ടിയോ അണ്ടിപ്പരിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതേപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ആവിയെല്ലാം മാറി തണുത്ത് തുടങ്ങുന്ന സമയത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ച് ഒരു 2 മണിക്കൂറെങ്കിലും ഒന്ന് സെറ്റാക്കി എടുക്കണം. അതിനുശേഷം പുറത്തെടുത്ത് ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ള ക്യാരമൽ പുഡിങ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അധികം ചിലവൊന്നും ഇല്ലാതെ നമുക്ക് ഈ പുഡിങ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.